പുണ്യഭൂമിയിൽ കാലുകുത്തുന്നതിനും ഈ പവിത്രമായ ആൾത്താരയിൽ വന്ന് സാക്ഷ്യം പറയാനും ദൈവം ഇടയാക്കിയതിനെ ഓർത്ത് നന്ദി പറയുന്നു. എൻ്റെ പേര് വത്സല, കൊല്ലം പരവൂരാണ് സ്വദേശം. ഇതെൻ്റെ ഹസ്ബൻഡ്. നിരവധിയായ സാക്ഷ്യങ്ങൾ എനിക്കുണ്ടായിട്ടുണ്ട്. ഒരു 44 വർഷം ഒരു അലർജി രോഗം കൊണ്ട് ഞാൻ ബുദ്ധിമുട്ടിയത് എനിക്ക് ആ അനുഭവം നേരത്തെ ഇവിടെ സാക്ഷ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്. കൂടാതെ തന്നെ ഞാൻ 2023 ലോൺ എടുത്തൊരു വീട് വെച്ചു. അന്ന് ഹസ്ബൻഡ് പുറത്തായിരുന്നു. അന്ന് മുതൽ ആ കടം തീർക്കുന്നതിന് വേണ്ടി ഒരുപാട് പലിശയായിട്ട് ഒരുപാട് അടച്ചിട്ടുണ്ട്. കൂടാതെ പലതവണ ഹസ്ബൻഡ് സുഖമില്ലാതെ വന്നതുകൊണ്ട് അത് കണ്ടിന്യൂ ചെയ്തു പോകാനും ആ ലോൺ കൃത്യമായിട്ട് അടയ്ക്കാനും അത് തീർക്കാനും കഴിയാതെ ആ മുതൽ അപ്പോഴും അവിടെ നിൽക്കുന്ന അവസ്ഥയിൽ ആണ്. 2003 മുതൽ ഞാൻ അനുഭവിച്ച മാനസികത വളരെ വലുതാണ്. അപ്പോൾ അത് തുടർന്നുകൊണ്ട് പോയിരിക്കെ മക്കളുടെ വിദ്യാഭ്യാസം, വിവാഹം, ഇങ്ങനെ പല കാര്യങ്ങളുകൊണ്ട് വീണ്ടും സാമ്പത്തിക ബാധ്യതയിലേക്ക് വന്നു. അപ്പോൾ തന്നെ അത് ഞങ്ങൾക്ക് അടച്ചു തീർക്കാൻ കഴിയാതെ ഇരിക്കുന്ന അവസ്ഥയിൽ ഇപ്പോഴും ഈ 2024-25 തുടക്കത്തിലും ഇതിൻ്റെ ഫലം അനുഭവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ 2019 ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തത്. ഞാനൊരു ഹിന്ദുവാണ്. അപ്പം അന്ന് മുതൽ ഞാൻ അറിയാവുന്ന രീതിയിൽ അതിന് മുന്നേ യേശുവിനെ വിശ്വസിക്കുന്ന ആളാണ്. ഇങ്ങനെ ഒരു പ്രാർത്ഥനാലയം ഉണ്ടെന്നും ഒക്കെ ഹസ്ബൻഡ് അവിടെ ഒരു പത്രം കിട്ടിയതുകൊണ്ട് അറിഞ്ഞു. അങ്ങനെ എന്നെ വിളിച്ച് പറഞ്ഞതാണ്. പിന്നെ അത് കഴിഞ്ഞ് പുള്ളി നാട്ടിൽ വന്നതിന് ശേഷം ഞങ്ങളിവിടെ വരികയും ഉടമ്പടി എടുക്കുകയും പ്രാർത്ഥിക്കുകയും ഞാനാണ് ഉടമ്പടി എടുത്തത്. എങ്കിലും ഞങ്ങൾ ഒരുമിച്ചാണ് രാവിലെ ഉള്ള പ്രാർത്ഥനയും വൈകുന്നേരം പ്രാർത്ഥനയും എല്ലാം തുടരുന്നതുമെല്ലാം. അങ്ങനെ ഇരിക്കെ ആ വസ്തുവിൻ്റെ കടം അത് തീരാത്തത് കാരണം വീണ്ടും വേറൊരു വസ്തു കൂടെ ലോൺ ചെയ്യേണ്ടി വന്നു. അപ്പോൾ അതും അതിൻ്റെ പലിശയും ഇതെല്ലാം കൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ രണ്ടും ജപ്തിയിലായി നിൽക്കുകയാണ്. ആ അവസ്ഥയിൽ ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. ഞങ്ങൾ എത്രമാത്രം ശ്രമിച്ചിട്ടും അത് ഞങ്ങൾക്കത് ഞാൻ ജപ്തി മാറാൻ കഴിയുന്നില്ല. വളരെ മാനസികമായിട്ട് ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. അപ്പം അതിന് ഇപ്പോൾ ഈ മാർച്ചിൽ ഞങ്ങൾക്ക് അതിനിടയ്ക്ക് 10 ലക്ഷത്തിൻ്റെ ചിട്ടി ഉണ്ടായിരുന്നു. അപ്പോൾ ആ ചിട്ടി അടച്ചുകൊണ്ടിരിക്കുന്ന അതും ആ ചിട്ടി പിടിക്കാനൊക്കെ ഒരുപാട് ശ്രമിച്ചിട്ടും അത് നടക്കുന്നില്ല. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം 5:30 ഉള്ള പ്രാർത്ഥനയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കെ എൻ്റെ ചെവിയുടെ പിറക്കെ ഒരു സൗണ്ട് കേൾക്കുന്നു, ആ ചിട്ടിക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട്. അപ്പോൾ എനിക്ക് ഞാൻ പെട്ടെന്ന് ഓർമ്മ വന്ന്, ശരിയാണല്ലോ, ആ ചിട്ടിക്ക് വേണ്ടിയിട്ട് മാതാവേ എനിക്ക് ആ ചിട്ടി അത് കിട്ടണേ, എനിക്ക് ആ ബാധ്യത എന്നെ ഇന്ന് ഒഴിച്ചു തരണേ എന്ന് പ്രാർത്ഥിച്ചു. ഞാനതങ്ങ് മറന്നുപോയി. അന്ന് മാർച്ച് 16 ചിട്ടി ദിവസമായിരുന്നു. അപ്പോൾ അതിന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കെ 7534 എന്നൊരു നമ്പർ എൻ്റെ പിറക്കെ പറയുന്നത് കേട്ടു. അപ്പോൾ ആ 7534 എന്നൊരു നമ്പർ പറയുന്നതും കേട്ടു. അപ്പോൾ ഞാൻ ഒരു നിമിഷം ഓർത്തിട്ട് 7534, അയ്യോ അത് എൻ്റെ നമ്പറാണല്ലോ, അവിടുത്തെ ചിട്ടിയുടെ ആ ബാങ്കിലെ നമ്പറാണല്ലോ, മെമ്പർഷിപ്പ് നമ്പറാണല്ലോ എന്ന് ഓർത്തു. പക്ഷേ ഞാനതങ്ങ് വിട്ടുപോയി. പക്ഷേ അന്ന് എനിക്ക് അത്ഭുതകരമായിട്ട് ആ ചിട്ടി കിട്ടുകയും എൻ്റെ ആ കടബാധ്യത മാറ്റുന്നതിനും അതുപോലെ തന്നെ ബാക്കി FD ഇടാനും എല്ലാം ദൈവം എന്നെ അനുഗ്രഹിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ആ 2 വസ്തുക്കളും അതുപോലെ തന്നെ മറ്റതും അതുപോലെ വേറൊരു 10ൻ്റെ ചിട്ടി ഉണ്ടായിരുന്നു. അതും പിന്നെ അടച്ചു ബാക്കി ഗോൾഡും കൂടെയൊക്കെ വിറ്റ് അത് ക്ലിയർ ചെയ്യാനും ദൈവം അനുഗ്രഹിച്ചു എന്നുള്ളതാണ്. ഇത് 2003 മുതൽ നമ്മൾ അനുഭവിച്ച വേദനയാണ്. അത് ഇത്രയും കാലത്തെ അനുഭവം എന്ന് പറഞ്ഞാൽ അത് വളരെ വലുതാണ്. അത്ര മാനസിക വ്യഥയായിരുന്നു അത്. എൻ്റെ മാതാവ് അത്ഭുതകരമായിട്ട് അതിൽ നിന്ന് ഒഴിവാക്കി തന്നു എന്നുള്ളതാണ്. ദൈവത്തിന് നന്ദി പറയുന്നതിന്. അതുപോലെ തന്നെ ഒരു ദിവസം ഞാൻ 2 വീലർ ഓടിച്ചുകൊണ്ട് ഇങ്ങനെ പോകുമ്പോൾ ഒരു ജംഗ്ഷനിൽ നിന്ന് വീട്ടിലോട്ട് തിരിഞ്ഞു പോകുന്ന സ്ഥലത്തെത്തിയപ്പോൾ ഞാനൊരു ഹാർട്ട് പേഷ്യൻ്റാണ്, ഗുളിക മേടിക്കണമെന്ന് ഓർത്തുകൊണ്ട് ഞാൻ ആ ജംഗ്ഷനിലോട്ട് വണ്ടി തിരിച്ചപ്പോൾ എൻ്റെ പിറക്കെ ഇങ്ങനെ ഒരു സൗണ്ട് കേട്ടു, അങ്ങോട്ട് പോകരുത്, അപകടമെന്ന്. അപ്പോൾ ഞാൻ ഇങ്ങനെ പറഞ്ഞു, മാതാവേ എനിക്ക് 2 ഗുളിക മേടിച്ചാൽ മതിയല്ലേ, തൊട്ടപ്പുറത്തല്ലേ, ഞാൻ ഉടനെ വരാം എന്നിങ്ങനെ പറഞ്ഞിട്ട് ആ വണ്ടി ഓടിച്ച് അങ്ങോട്ട് പോയതും ഒരു ബൈക്ക് കൊണ്ടുവന്ന് ഇടിച്ച്. അതിഭയങ്കരമായിട്ടുള്ള സൗണ്ടായിരുന്നു. എന്താണ് അവിടെ സംഭവിച്ചതെന്ന് എനിക്ക് അറിയാൻ വയ്യ, വണ്ടി ഇടിച്ചതാണെന്നൊന്നും എനിക്ക് അറിയാൻ വയ്യ, വലിയൊരു സൗണ്ട് കേട്ടതാണ്.
ആ വണ്ടി മുഴുവനും ഒരുപാട് പരിക്കുകൾ, അതിൻ്റെ ഗ്ലാസ് പൊട്ടി, സൈലൻസറിൻ്റെ മുകളിലുള്ള കവറിങ്, അങ്ങനെ വണ്ടിക്ക് ഒരുപാട് പരിക്കുകൾ പറ്റി. ഞാനൊരു 3-4 മീറ്ററിന് അകലെ വണ്ടിയുടെ മോളിൽ കൂടെ ഡൈവ് ചെയ്ത് വന്ന് കമന്നടിച്ച് വന്ന് വീണിട്ട് ആ 2 കൈയും അടിച്ച് വന്ന് വീണ്, മുട്ടിടിച്ച് വന്ന് വീണ്. പക്ഷേ ആ ജംഗ്ഷനിൽ ഭയങ്കര ആളുള്ളതാണ്. അവരെല്ലാം ഓടി വന്ന് എടുത്ത് പൊക്കിയപ്പോൾ എനിക്കൊരു പോറൽ പോലും പറ്റിയിട്ടില്ല എന്നുള്ളതാണ്. കൈ 2 ചുമന്നു എന്നുള്ളതല്ലാതെ വേറെ ഒന്നും സംഭവിച്ചില്ല. പരിക്ക് മുഴുവൻ വണ്ടിക്കായിരുന്നു. അവിടെ നിന്നും മാതാവിനെ അത്ഭുതകരമായിട്ട് എന്നെ അനുഗ്രഹിച്ചു എന്നുള്ളതാണ്. അതുപോലെ തന്നെ എൻ്റെ ഹസ്ബൻഡിന് ഇപ്പോൾ ആൻജിയോപ്ലാസ്റ്റിക്കായിട്ട് ചിത്രയിൽ അഡ്മിറ്റായിരുന്നു. അപ്പം അവിടെ അഡ്മിറ്റായിരുന്നപ്പോൾ ആദ്യം ആൻജിയോഗ്രാം ചെയ്യാനായിട്ട് തുടങ്ങിയപ്പോൾ അതിഭയങ്കരമായിട്ട് ബ്ലീഡിങ് ഉണ്ടായി. ആ ബ്ലീഡിങ് സമയത്ത് എല്ലാവരും ഓടി പോയി ഡോക്ടറെ വിളിക്കാനുമൊക്കെ ആയിട്ട് ഭയങ്കര ബഹളമായിരുന്നു. അപ്പോൾ പുള്ളി ഈ ബ്ലീഡിങ് നിൽക്കുന്നില്ല. പുള്ളി അവിടെ വന്നുകൊണ്ട് ഉച്ചത്തിൽ മാതാവിനെ വിളിച്ച് പ്രാർത്ഥിച്ചു. ആ സ്പോട്ടിൽ തന്നെ ആ ബ്ലീഡിങ് അങ്ങ് നിന്നു എന്നുള്ളതാണ്. ആ ഡോക്ടർമാർ വന്നപ്പോൾ ആ ഒഴിയ രക്തമല്ലാതെ പിന്നെ ഒരു തുള്ളി കൂടെ വന്നിട്ടില്ല. അങ്ങനെ അത് കഴിഞ്ഞ് പിന്നെ കാൽസ്യം ഡെപ്പോസിറ്റൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം മാറ്റിയിട്ട് ആൻജിയോപ്ലാസ്റ്റി സക്സസ് ആയി ചെയ്യാനും ഇപ്പോൾ ഒരു കുഴപ്പമില്ലാതെ പൂർണ്ണ ആരോഗ്യത്തോടെ ഇരിക്കാനും ദൈവം അനുഗ്രഹിച്ചു എന്നുള്ളതാണ്. പ്രേക്ഷിത പ്രവർത്തനമായിട്ട് പത്രം വാങ്ങി വിതരണം ചെയ്യും. അത് വളരെ ഇഷ്ടമുള്ള കാര്യമാണ്. സന്തോഷമായിട്ട് തന്നെയാണ് ഞാൻ ആ പത്രം വിതരണം ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇവിടുത്തെ പ്രെയർ സാക്ഷ്യങ്ങളും എല്ലാം ഞാൻ സ്റ്റാറ്റസ് ഇടാറുണ്ട്. പിന്നെ ഒരു ജംഗ്ഷനിലാണെങ്കിലും ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ, റെയിൽവേ സ്റ്റേഷനിൽ, ബസ് സ്റ്റാൻഡിൽ, അങ്ങനെ എല്ലാ സ്ഥലത്തും ഞാൻ ഈ പത്രം കൊണ്ട് കൊടുക്കുന്നുണ്ട്. അതിൽ വഴക്ക് പറയുന്നവരോ മോശമായിട്ട് പെരുമാറുന്നവരോ ഉണ്ടാവും. എനിക്കൊരു വിഷമവും ഇല്ല. ഞാനത് സന്തോഷത്തോടെ എൻ്റെ മാതാവിനെ സമർപ്പിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ അതുപോലെ തന്നെ എപ്പോഴും ആരെ കിട്ടിയിരുന്നാലും ഒരു അമ്മയുടെ സാക്ഷ്യങ്ങൾ പറയാനും ഇന്നിപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് തന്നെ എനിക്ക് പറയാൻ പറ്റി. അതുപോലെ തന്നെ ഹസ്ബൻഡ് എന്നെക്കാളും എന്ന് പറയുന്നതാണ് നല്ലത്. കാരണം ഞാൻ ജോലിക്ക് പോകുന്ന സമയത്ത് പോലും പുള്ളി വീട്ടിലിരുന്നുകൊണ്ട് ബൈബിൾ വായിക്കുകയും അതുപോലെ എല്ലാം പിന്നെ പ്രാർത്ഥനകളും എല്ലാം എപ്പോഴും ചൊല്ലിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ്. വെളുപ്പിനെ ഞാൻ എഴുന്നേൽക്കാൻ താമസിച്ചാൽ പോലും എന്നെ വിളിച്ചുണർത്തുകയും ഒക്കെ ചെയ്യും. ഒരു ദിവസം വിളിച്ചുണർന്നതിനെ കുറിച്ച് തന്നെ എനിക്കൊരു സാക്ഷ്യം ഉണ്ടായത്. ഞാനിങ്ങനെ കിടന്ന് ഉറങ്ങുന്ന സമയത്ത്, അന്ന് ഹസ്ബൻഡ് ഇവിടെ ഇല്ല, ഞാനിങ്ങനെ ഉറങ്ങുന്ന സമയത്ത് എഴുന്നേൽക്കാനൊന്ന് താമസിച്ചു പോയി. അപ്പം ഒറ്റയടി എൻ്റെ തലയ്ക്ക് ഇങ്ങനെ കിട്ടിയതുപോലെ തോന്നി. അങ്ങനെ ഞാൻ ഇത് ആരെന്നെ അടിച്ചതെന്നും പറഞ്ഞ് നോക്കിയപ്പോൾ അവിടെ ആരുമില്ല. എൻ്റെ മോളെ കൊച്ചിൻ്റെ അടുത്ത് ഉണ്ടായിരുന്നു. അത് കിടന്ന് ഉറങ്ങുകയാണ്. പക്ഷേ അത് മാതാവ് എന്നെ തട്ടി ഉണർത്തിയാണെന്ന് എനിക്ക് അപ്പോഴാണ് ബോധ്യമായത്. അങ്ങനെ അത് കൃത്യമായിട്ട് പ്രാർത്ഥന ചൊല്ലാനും അതുപോലെ തന്നെ മറ്റുള്ളവരെ നമ്മളെ നിവർത്തിക്കനുസരിച്ച് സഹായിക്കാനും എല്ലാം ദൈവം അനുഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. സങ്കീർത്തനം 32:8 ഞാൻ നിന്നെ ഉപദേശിക്കാം, നീ നടക്കേണ്ട വഴി കാണിച്ചു തരാം. ഉടമ്പടിയിൽ നമുക്ക് ലഭിക്കുന്നത് ദൈവത്തിൻ്റെ സാന്നിധ്യമാണ്. പരിശുദ്ധാത്മാവ് കൂടെ വസിക്കുന്നത് കൊണ്ടാണ് ഓരോ കാര്യങ്ങളും ഓർപ്പിച്ചു തരുന്നത്. വത്സൽ ചേച്ചി പ്രാർത്ഥിക്കുന്ന സമയത്ത് ഓർപ്പിച്ചു കൊടുക്കുകയാണ്, ചിട്ടിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അന്ന് പ്രാർത്ഥിച്ച ആ ദിവസം തന്നെയാണ് ചിട്ടി ലഭിക്കുന്നതും. അത് ദൈവം തന്നെ ഓർപ്പിച്ച് അത് കൊടുക്കുന്നത് ദൈവമാണ് ഇവർക്ക് ചെയ്തു കൊടുത്തത് എന്ന് മനസ്സിലാക്കിക്കുവാനായിട്ടാണ്. വർഷങ്ങളായിട്ട് ജപ്തിയുടെ വക്കിൽ വിഷമിച്ചിരിക്കുമ്പോൾ ഉടമ്പടി വഴി പരിശുദ്ധ അമ്മയിലൂടെ ഈശോയെ സമീപിച്ചപ്പോൾ ആ ഒരു സങ്കടത്തിൽ നിന്ന് ദൈവം രക്ഷിച്ചതാണ് ഈ സാക്ഷ്യം. അതോടൊപ്പം തന്നെ പരിശുദ്ധ അമ്മ ഈ കുടുംബത്തോട്, ഈ ചേച്ചിയോടൊക്കെ സംസാരിക്കുന്നതൊക്കെ ഈ സാക്ഷ്യത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. പരിശുദ്ധ അമ്മയുടെ ദൈവത്തിൻ്റെ സാന്നിധ്യം നമുക്ക് ഉടമ്പടിയിലൂടെ ലഭിക്കുന്നു. പരിശുദ്ധ അമ്മയിലൂടെ ദൈവം നൽകിയ അനുഗ്രഹങ്ങൾക്ക് കൈയടിച്ച് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.